ഹലോ ഗൈസ്, അങ്ങനെ പോയ കാര്യം എന്തായാലും നടന്നില്ല. അതോടെ ഞങ്ങൾ നാലാളും കൂടി ഇനി വരുന്ന ദിവസം എന്തായാലും കാണാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോന്ന് വണ്ടി കയറിയപ്പോൾ തൊട്ട് അക്കുവിന് ഓരോ സംശയങ്ങൾ തുടങ്ങിയതാണ്. അതെന്തായിരിക്കൂലേ സൈറ്റ് ഓപ്പൺ ആവാഞ്ഞത്, അതെന്തായിരിക്കും അങ്ങനെ എന്നാലും വന്നത്, എപ്പോഴായിരിക്കും ഇനിയിപ്പോൾ നമുക്ക് ഡേറ്റ് കിട്ടുക, ഇനിയിപ്പോൾ എക്സാം എഴുതാൻ വരുമ്പോൾ ഞാൻ പാസ്സാവായിരിക്കില്ലേ, അങ്ങനെ കുറേ സംശയങ്ങൾ. അക്കുവിനാണെങ്കിൽ എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ ആരാണോ ചോദിക്കാൻ തോന്നുന്നത് ഓരോട് പോയി അവൾ ചോദിക്കും. അതിനിപ്പോൾ എന്താ എങ്ങനെയാണെന്നൊന്നും ഉണ്ടാവില്ല. ഞാനെപ്പോഴും വിചാരിക്കലുണ്ട് അക്കുവിന് ഏടുന്ന് അങ്ങനെ ഓരോ ചോദ്യങ്ങളൊക്കെ കിട്ടലെന്ന്. ശരിക്കും ഓൾ ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടാൽ നമ്മൾ തന്നെ വിചാരിച്ചോ ശരിയാണല്ലോ കുട്ടി ചോദിച്ചത്, അതെന്തായിരിക്കും ഇപ്പോൾ അങ്ങനെയാണ് അമ്മ അതിൽ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഓൾ ചോദിച്ചത്. അങ്ങനെ ഞങ്ങൾ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നരിക്കനെത്തി ആടുന്ന് നേരെ ബുക്ക് സ്റ്റോളിൽ കയറി. ആടുന്ന് അക്കുവിന് കുറച്ച് എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളും കുറച്ച് നോട്ട് ബുക്സൊക്കെ വാങ്ങാണ്ടേയും അതൊക്കെ വാങ്ങി ആടുന്ന് ഇറങ്ങി വണ്ടീൻ്റെ അടുത്ത് പോയിക്കുമ്പോൾ വണ്ടി പേരും വെയിലും. ഞങ്ങൾ പിന്നെ ആടുന്ന് വേഗം വീട്ടിലേക്ക് പോന്നു. വീട്ടിലേക്ക് വന്ന് കയറിയതേ ഓർമ്മയില്ല, വെയിൽ കൊണ്ടൊരു പരിവായിക്കുന്നു. അക്കു ആണെങ്കിൽ വീട്ടിലേക്ക് കയറാൻ സമയമില്ലാതെ മുന്നിലെ കൊട്ടയിലങ്ങിയിരുന്നു. വെയിൽ കൊണ്ടത് മാത്രമല്ല, അതുകൂടാതെ ഞങ്ങൾക്ക് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറ്റി വന്നപ്പോഴേക്കും അമ്മമ്മ നല്ല വാഴേൻ്റെ ഇലയിൽ ചോറ് വിളമ്പി വെച്ചിട്ടുണ്ടായി. എനിക്ക് വീഡിയോ എടുക്കാണ്ടിട്ട് അമ്മമ്മയെ നല്ല വൃത്തിയിൽ വിളമ്പണം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മമ്മ നല്ല വൃത്തിയിൽ വിളമ്പി വെച്ചിട്ടുണ്ടായി. നല്ല ചോറും ചേമ്പ് നല്ല മുളകിട്ട് വെച്ച കറിയും പിന്നെ വഴുതന പേരും നെല്ലിക്കേൻ്റെ അച്ചാറും പിന്നെ ഇന്നലെ വെച്ച കുറച്ച് ബീഫ് വരട്ടിയതും പിന്നെ മീൻ പീര ഉണ്ടായും. സത്യം പറഞ്ഞാൽ അത് മുഴുവനും കഴിച്ച് കുറച്ചും കൂടി ചോറ് എടുക്കണമെന്ന് വിചാരിച്ചെന്ന് ഞാൻ ഇത്രയും തിന്നപ്പോൾ തന്നെ വയറ് നിറഞ്ഞു. അതിനെ ഫുഡൊക്കെ കഴിച്ച് വയറിറങ്ങാല്ലേ, എന്നാൽ പിന്നെ കുറച്ച് നേരം ഫോണിൽ കളിക്കാൻ വിചാരിച്ച റൂമിലേക്ക് വന്നു. അപ്പം ശരി, നാളെ കാണാം.